സെമസ്റ്റർ എക്സാം റിസൾട്ട് വരുമ്പോൾ, റീവാലുവേഷൻ റിസൾട്ട് വരുമ്പോൾ ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്ന ചോദ്യമാണ്, എൻ്റെ ഒരു പേപ്പർ മാത്രമേ സപ്ലിമെൻ്ററി ഉണ്ടായിരുന്നുള്ളൂ, റിസൾട്ട് വന്നപ്പോൾ ജയിച്ചു. എൻ്റെ ഒരു പേപ്പറിന് മാത്രമേ റീവാലുവേഷൻ റിസൾട്ട് പെൻഡിങ് ഉണ്ടായിരുന്നുള്ളൂ, അത് വന്നപ്പോൾ ജയിച്ചു. ഇനി എന്താണ് ചെയ്യുക? അങ്ങനെയുള്ള പല സംശയങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇപ്പോൾ വരുന്നുണ്ട്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങളുടെ ഡിഗ്രി എന്ന പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണ് റീവാലുവേഷൻ റിസൾട്ട്, സപ്ലിമെൻ്ററി റിസൾട്ട്, ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് വരുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റി പോയി മാർക്ക് ചേഞ്ച് ചെയ്യേണ്ടതാണ്. എന്നാൽ ഡിഗ്രി എന്ന പ്രോഗ്രാം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ റീവാലുവേഷൻ റിസൾട്ട്, സപ്ലിമെൻ്ററി റിസൾട്ട്, ഇംപ്രൂവ്മെൻറ്റ് റിസൾട്ട് അപ്ഡേറ്റ് ആയിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി മാർക്ക് ലിസ്റ്റിലും സർട്ടിഫിക്കറ്റിലും അത് അപ്ഡേറ്റ് ആയിട്ട് വരും. അതിനുവേണ്ടി പ്രത്യേകിച്ച് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലേക്ക് പോയി മാർക്ക് തിരുത്തേണ്ടതില്ല. എന്നാൽ വന്ന കമൻറ്റുകളിൽ പലരും ഡിഗ്രി എന്ന പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ റിസൾട്ടിൽ അപ്ഡേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നല്ലത് എന്തെന്ന് ചോദിക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പോയി ചലാൻ ഫീസ് അടച്ച് മാർക്ക് തിരുത്തുന്നതാണ് നല്ലത്. അതിന് പകരം ഓൺലൈനായി ചെയ്തുകൂടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മുടെ കാര്യങ്ങൾ കുറച്ചും കൂടി സ്മൂത്തായി നടക്കണമെങ്കിൽ, നമുക്ക് എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടണമെങ്കിൽ ഇക്കാര്യങ്ങൾ ചെയ്താൽ കുറച്ചും കൂടി നല്ലതാണ്. പലരും ചോദിച്ചത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇക്കാര്യം മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അറിയാവുന്ന കാര്യങ്ങൾ അറിയുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.